മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തുറന്നുകാട്ടി ബിജെപിയുടെ മെഗാ അദാലത്തിൽ വൻ ജനപങ്കാളിത്തം. ഡോക്ടർമാരുടെ കുറവും റോഡ്, കുടിവെള്ള, പാർപ്പിട പ്രശ്നങ്ങളുമടക്കം 3000-ലധികം പരാതികളാണ് ധർമ്മടത്തെ അദാലത്തിൽ ലഭിച്ചത്. അദാലത്തിന് ശേഷം ധർമ്മടത്തിന് മതിയായി ഈ എം എൽ എ മാറ്റം തുടങ്ങാമെന്ന പോസ്റ്ററും അവതരിപ്പിച്ചു. സ്വന്തം മണ്ഡലത്തിൽ പോലും മുഖ്യമന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്നതിന് തെളിവാണ് അദാലത്തെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ സംഘടിപ്പിച്ച അദാലത്തിലാണ് 3000-ലധികം പരാതികൾ ലഭിച്ചത്. റോഡുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ നാനാവിധ വിഷയങ്ങളിലുള്ള നിരവധി പരാതികളാണ് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ഇതൊക്കെയും അവിടുത്തെ വികസന മുരടിപ്പിനെ, അവിടുത്തെ എം എൽ എ, അവിടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന മണ്ഡലത്തിൽ പോലും സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിൻ്റെ അതിൻ്റെ അക്കമിട്ടുള്ള ഉദാഹരണം തന്നെയാണല്ലേ? തീർച്ചയായും കെ പി, നമുക്കറിയാം ഇന്നിപ്പോൾ ഏതാണ്ട് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ ഒരു അദാലത്ത് തുടങ്ങിയത്. ആ സമയം മുതൽ ഇപ്പോഴും അവിടെ ജനപങ്കാളിത്തം വലിയ തോതിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതാണ്ട് 3000-ഓളം പരാതികൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അത് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട റോഡ്, കുടിവെള്ളം, അതുപോലെ തന്നെ വീട് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ആളുകൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെയും സി സദാനന്ദൻ മാസ്റ്റർ MBA അടക്കം സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വന്തം മണ്ഡലത്തിൽ പോലും മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ല എന്നൊരു വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. ഇലക്ഷന് മുമ്പ് എല്ലാം ശരിയാകുമെന്ന വാഗ്ദാനം നൽകി ജയിച്ചു. എന്നാൽ 10 കൊല്ലം കഴിയുമ്പോൾ നാടിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഓർക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അദാലത്തിൽ വീടും കുടിവെള്ളവും റോഡും ഇല്ലാത്ത ആളുകളാണ് വന്നതെന്നും അദ്ദേഹം പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് പറയാൻ പറ്റുക? ഇതാണോ ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഏതായാലും ഈ വലിയ ജനപങ്കാളിത്തം, ഇതിലേക്ക് പരാതി നൽകാനായി ഒരുപാട് ആളുകൾ, പൊതുജനങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് എത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത്രയേറെ ബുദ്ധിമുട്ടുകൾ ഈ മണ്ഡലത്തിലെ ഉൾപ്പെടെ ജനങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ ഇത്രയും നാളും അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു പൊള്ളയായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു സോപ്പ് കുമളയാണ് എന്നത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കെ പി.